എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, മിന്നുകുട്ടൻ സ്കൂളിൽ പോയി, ചേട്ടായി വർക്കിനും പോയി, ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, സാകേതം ഓൾഡ് ഏജ് ഹോം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെയുള്ളവരെ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ സാകേതം ഓൾഡ് ഏജ് ഹോമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഏരിയയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കിയാലോ. അങ്ങനെ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് അച്ഛനമ്മമാരിരിക്കുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടാവേ. വാ. ആദ്യം ഇവിടെ ഉള്ളത് അച്ഛനാണ്. നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഇവിടെ നിന്നാണ്, അച്ഛൻ്റെ പേര് അതിനൊന്ന് പരിചയപ്പെടുത്തിക്കോ. കുറേ ആയി ഇവിടെ വന്നിട്ട് 5 വർഷം. ഇനി നമുക്ക് അടുത്താണ് പരിചയപ്പെടാവേ. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. വയനാട്. കുറേ ആയി ഇവിടെ വന്നിട്ട് 4 വർഷം. അമ്മമാരിക്കുന്നുണ്ട്. നമുക്ക് ഇവരെയും കൂടെ പരിചയപ്പെടാം. ഓരോരുത്തരെയായിട്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. അമ്മേനൊന്ന് പരിചയപ്പെടുത്തിക്കോ. സരസ്വതി. എവിടെയാ സ്ഥലം? തൃശ്ശൂർ. എത്രയായി? കുറേ ആയി വന്നിട്ട് 1 മാസം. അമ്മയോ? എവിടെയാ സ്ഥലം? എവിടെ? പട്ടാമ്പി. കുറേ ആയോ വന്നിട്ട്? 2 മാസം. ഇവിടെ അമ്മോടെ ഇരിക്കുന്നുണ്ട്. എന്താ അമ്മയുടെ പേര്? എവിടെയാ സ്ഥലം? കുറേ ആയോ വന്നിട്ട്? 22 അല്ലേ? എന്താ പേര്? എവിടെയാ സ്ഥലം? എനിക്കറിയാം, എന്നാലും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി പറഞ്ഞു. അല്ലേ? സ്വാമി പറഞ്ഞു. അപ്പൊ നമുക്ക് പരിചയപ്പെടുത്തണ്ട, ബാക്കിയുള്ളവരെയും കൂടെ പരിചയപ്പെടാം. ഇനി ഇവിടെ ഇത് കിച്ചണിലേക്കുള്ള വഴിയാണ്. ഇവിടെ പോകുന്ന വഴിക്ക് ചെറിയൊരു അമ്പലമുണ്ട്. ഇതാണ് അമൃതാമ്മ. അമൃതാമ്മ പോവുകയാണോ? ചെവി കേൾക്കില്ല, അതാണ് ആള് പോകുന്നത് കേട്ടോ. ഇതാണ് അമ്പലം. ഇവിടെ മരം മുറിക്കുന്നുണ്ടായിരുന്നു, ഏരിയ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വല്യമ്മ. ഇവിടെ ഉണ്ട്, നല്ല പണിയിലായിരുന്നു, വിറകെടുക്കും അല്ലേ? അല്ലേ? അതിന്റെ ഇടയ്ക്ക് പിടിച്ചു നിർത്തിയതാ വല്യമ്മയും അമൃതാമ്മയും കൂടെ വിറകടുക്കിക്കൊണ്ടിരിക്കുക. അമ്മയുടെ സ്ഥലം എവിടെയാ? ചെമ്മാട്. എത്രയാ ഇവിടെ വന്നിട്ട്? 11 രൂപ ഇതളുണ്ട് പോളമ്പാടിയിൽ വളരുന്നു, പല്ലും മണ്ണില്ല കൊല്ലും മണ്ണില്ല എന്നു ഉണ്ണിക്കണ്ണനു. ഇനി നമ്മുടെ വല്യമ്മ ഒരു പാട്ട് പാടിത്തരൂ. പാടിക്കോ. ആ. പൂക്കുന്നില മുല്ല പൂക്കുന്നില നീ പൂക്കുന്നു മാവ് പൂക്കുന്നു രോഗം വയ്ക്കുന്ന വേലിക്ക് വർണ്ണങ്ങൾ പോവാൻ ചോക്കുന്നു കാട്. ഇവിടെ അമ്പലമാണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ. അത് അങ്ങോട്ടേക്കാണ് കുളം. നമുക്കൊന്ന് ചുമ്മാ പോയി നോക്കാം. ഇവിടെ വിറക് പൊളിച്ചിട്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ് അവർ അങ്ങോട്ടേക്ക് വിറക് വിറകടിക്ക് വെച്ചിട്ടുണ്ട്. ഇറങ്ങാൻ പേടിയമ്മ. ഞാൻ പണ്ട് വീടുകൾ ആണോ? ഞാനും ഇറങ്ങുന്നില്ല, എനിക്ക് വെള്ളം പേടി. നീന്തും അറിയില്ല. വലിയ കുളമാണ് കേട്ടോ, പക്ഷെ ആകെ അഴുക്കായിട്ടുണ്ട്. ആരും അങ്ങനെ ഇറങ്ങാറില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമ്മുടെ ചിരിക്കുടുക്ക നിൽക്കുന്നുണ്ട്, രുക്കമ്മ അല്ലേ? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. പേര് പറഞ്ഞു കൊടുക്ക്. അതിനറിയാം രുക്കമ്മയുടെ പേര് പറഞ്ഞു കൊടുക്ക്.
എത്രയായി ഇവിടെ വന്നിട്ട്? 2 കൊല്ലം. ഇക്മിണിയമ്മ ഭയങ്കര സീക്കത്തിയാണ് കേട്ടോ. എന്താ ഞങ്ങൾ മുടിയൊക്കെ മുറിച്ചിട്ട് വാ. എങ്ങോട്ടാ? എങ്ങോട്ടാ? ആണോ? ഞാൻ ഇപ്പൊ വരികയാണ്. എന്താണ് ഇന്ന് ഭയങ്കര സങ്കടത്തിലാണല്ലോ. സങ്കടമൊന്നുമില്ല. കാപ്പി പിടിച്ചോ? എന്തായിരുന്നു? ദോശ, ചമ്മന്തി, സാമ്പാർ, ചട്നി. അതന്നെ ഇന്ന് ഭയങ്കര സങ്കടം. എന്റെ സങ്കടത്തിലാണ് അല്ലേ? ഇല്ല, എന്നാ വാ, അവിടെ പോയിരിക്കാം. വാ. നേരത്തെ നമ്മൾ പോയപ്പോൾ ഇവിടെ ചന്ദ്രേട്ടനും ബാലേട്ടനും ഉണ്ടായിരുന്നില്ല. നമുക്കപ്പോൾ ഇവരെയും കൂടെ പരിചയപ്പെടാം. ഇതാണ് ചന്ദ്രേട്ടൻ. എവിടെ ചന്ദ്രേട്ട സ്ഥലം? മണ്ണാർക്കാട്. കൊറേ ആയോ വന്നിട്ട് ഇവിടെ? അറിയില്ല. എന്തായിരുന്നു, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ജോലി എന്തെങ്കിലും? എവിടെ സ്ഥലം? തിരൂര്. കൊറേ ആയി ഇവിടെ വന്നിട്ട്? 1 കൊല്ലം അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളവരും കൂടെ പരിചയപ്പെട്ടാൽ. ഗാനമേളയൊക്കെ തുടങ്ങിയല്ലോ. ഗാനമേള അതന്നെ. പരിചയപ്പെടുത്തി കൊടുക്ക്. പരിപാടി എന്ത്? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. പേരൊക്കെ പറഞ്ഞു കൊടുക്ക്. എന്താ പേര് പറയുന്നത്? എന്റെ പേരാ? എന്റെ അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ, പാലക്കാട്. 74 വയസ്സ്, 9ാം വർഷം. പാട്ടിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ പോയി മലപ്പുറത്ത് പാലക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. പാടിക്കൊണ്ടിരിക്കപ്പോ ഇതാണ് അന്നദാനഹാരം. ഇതിനുള്ളിൽ തന്നെയാണ് കിച്ചണും വരുന്നത്. ഉച്ചക്കത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കിച്ചണിൽ 2 ചേച്ചിമാരുണ്ട്. അവരല്ലാതെ ഇവിടുത്തെ അമ്മമാരും കൂടെ കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഉച്ചക്കത്തേക്കും അതുപോലെ തന്നെ രാത്രിയിലെ രാവിലത്തേക്ക് ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ സൗദാമയും അതുപോലെ തന്നെ സൗദാമയുണ്ട്. ഇവരിവിടെ ഫുഡിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിനോടും കൂടെ ചോദിക്കാം. എവിടെ സ്ഥലം? അരക്കുളം. എത്ര നാളായി വന്നിട്ട്? 1.5 കൊല്ലം അല്ലേ? ചേച്ചി ഉണ്ടല്ലോ ഇവിടെ? 2016 ചേച്ചിയുടെ പേര്? ഒരാളുണ്ട് നല്ല പണിയിലാണ്. ബലാമ്മ തേങ്ങ ചെറുതാണ്. നേരത്തെ സൗദാമ്മ പറഞ്ഞ കമലമ്മ ഇതാണ് കേട്ടോ. ഇതാണ് ഉഷാമ്മ. ഉഷാമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. എന്നാ പറ്റി? ടെൻഷൻ. എന്ത് പറ്റി? കഴിച്ചായിരുന്നോ? ആണോ? ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഇവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ ചെറിയൊരു പൂജാ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള TV, വായിക്കാനുള്ള ബുക്കുകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ ഉള്ളിലേക്ക് അച്ഛനമ്മമാർ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ ആയിട്ടാണ് ഓഫീസ് വരുന്നത്. 12:30 കഴിഞ്ഞു. ഉച്ചഭക്ഷണത്തിനുള്ള സമയമാണ്. ബെല്ലടിക്കുമ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി വരും. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഓം
सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतु. ഈ ഒരു ഓൾഡ് ഏജ് ഹോം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 5-6 ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ട്രസ്റ്റാണത്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ 25 ആൾക്കാരാണുള്ളത്. ഇവിടെ ചെറിയൊരു അമ്പലം ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ ഇവർ വെജിറ്റേറിയൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഫുഡ് ഐറ്റംസ്. നിങ്ങളുടെ ഏതെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഇവരെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. നമ്പർ കൊടുത്തേക്കാം, ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.